ഹലോ. ഏത് പെങ്കൊച്ച്? ഫേസ്ബുക്കിൽ ഞാൻ കണ്ടല്ലോ, ഒരു സീ ബാക്ക്ഗ്രൗണ്ടിൽ. ഓ അതോ, അതെന്റെ ഒരു ഫ്രണ്ട് അല്ലേ? ആ മുട്ടിയൊരുമയുള്ള നിപ്പൊന്നും എനിക്ക് അത്ര പിടിച്ചില്ല. എന്താ ചെയ്യാ, ഗ്ലാമർ ഉണ്ടായി പോയില്ലേ. പെണ്ണുങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ ഞാൻ തന്നെ ഒപ്പം വേണം. എന്താ അത്? പിന്നെ അവർക്ക് കണ്ണു തട്ടാതിരിക്കാനോ? പോടി പിശാശെ, ചക്കപ്പോത്തെ. മത്തങ്ങത്തലയാ. മത്തങ്ങാത്തലയാ നിന്റെ മറ്റവൻ. മറ്റവനോട് തന്നെയാ പറഞ്ഞത്. അത് എനിക്ക് പിടിച്ചു. അത് പറഞ്ഞപ്പോഴാ വേറൊരു കാര്യം ഓർത്തത്. അതെ, ഒരു ഉമ്മ വരൂ. അത് നീ ആ ഫോട്ടോയിൽ കാണുന്ന പെണ്ണിനോട് തന്നെ ചോദിച്ചാ മതി. ഞാൻ പോയി ചോദിക്കുവേ, പിന്നെ ഉമ്മ തന്നൂന്ന് പറയരുത്. ഹലോ, ഞാൻ പറഞ്ഞതിനെ പറ്റി നീ ആലോചിച്ചോ? എന്ത് തീരുമാനിച്ചു? നമ്മളെല്ലാം വിശദമായിട്ട് സംസാരിച്ചതല്ലേ. നീ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? അവര് സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ? നീ വലിയ ഡോക്ടർ, ഞാൻ ജോലിയൊന്നും ഇല്ലാത്തവൻ. ഇതല്ലേ കൺസെപ്റ്റ്? അതോ നീ ഇതുവരെ കാണിച്ചത് ഒരു അഭിനയമായിരുന്നു, ജസ്റ്റ് ഡ്രാമ? പിന്നെ ഞാൻ എന്താ പറയാ? ഇന്നാണ് വാലന്റൈൻസ് ഡേ, നമ്മൾ കണ്ടുമുട്ടിയ ദിവസം. ഇന്ന് തന്നെ ഇത് ചെയ്തേ പറ്റൂ. ഒരുമിച്ച് ജീവിക്കാനല്ലേ ഇവരുടെയൊക്കെ സമ്മതം വേണ്ടു. മരിക്കാൻ വേണ്ടല്ലോ. നമ്മൾ ഒരുമിച്ച് ഈ വാലന്റൈൻസ് ഡേയിൽ ലോകത്തോട് വിട പറയുന്നു. ഈ ജന്മത്തിലല്ലെങ്കിലും അടുത്ത ജന്മത്തിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കും. ഞാനിതാ ഒരു തുണിയെടുത്ത് ഫാനിൽ കെട്ടി, നീയും ചെയ്തു. We have to do this today. മനു, എന്നെ കണ്ടിട്ടും മനസ്സിലായില്ല? നീ എന്തൊക്കെയാണ് ചെയ്യുന്നത്? എന്ത്, ഇതൊക്കെ വെറും തമാശയല്ലേ? തമാശ? എന്ത് തെറ്റാണ് അവൻ നിന്നോട് ചെയ്തത്? നിന്നെ സ്നേഹിച്ചു എന്നുള്ളതോ? ഒരു പാവം പെണ്ണിനെ പറഞ്ഞു പറ്റിച്ച് അവനിപ്പോ ഇത് വെറും തമാശ. നീ ചെയ്യുന്നതൊന്നും ശരിയല്ല മനു. നീ ഒരു ചതിയനാണ്. You will have to pay for this. നീയല്ലേ അവൾക്ക് വാക്ക് കൊടുത്ത് ഇതിലേക്ക് വലിച്ചിട്ടത്?
I love you. Yes, I love you. എപ്പോ എത്തി? രാവിലെ വന്നു, അപ്പോഴേ അറിഞ്ഞത്. നേരെ ഇങ്ങോട്ട് പോകുന്നു. ആ അത് ശരി. ദീപ? ആ ദീപയുടെ എൻഗേജ്മെന്റാ? ചെക്കൻ ഇടുന്ന അതറിയില്ലേ, ലവ് മാരേജാ. ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പിന്നെ പെണ്ണ് ഒറ്റക്കല്ല ഒരേ നിൽപ്പ്, അവനെ തന്നെ വേണമെന്നും പറഞ്ഞു. ഇപ്പോഴത്തെ കുട്ടികളല്ലേ. മനു, നീ എവിടെയാ? ഞാൻ എത്ര നേരെ നിന്നെ വിളിക്കുന്നു. സോറി ഡാർലി, ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ അടുത്തായിരുന്നു. ഞാൻ ഇപ്പൊ എത്തും. പിന്നെ ഇന്നലെ നമ്മുടെ ഫ്രണ്ട്സ് പറയാ നമ്മൾ സൂപ്പർ പെയറാണെന്ന്. അത് ഉറപ്പല്ലേ? ഞാൻ പിന്നെ പണ്ടേ സുന്ദരനും സുഗുണനും സുശീലനുമാണല്ലോ. പിന്നെ ഈ അടുത്ത കാലത്തായി ഹാൻസമും ആയിട്ടുണ്ട്.